ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കാഴ്ച. കാഴ്ചയുള്ളത് കൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, ഈ വർണ്ണങ്ങളും പുഴയും എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ നമ്മുടെ ശരീരം ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ കണ്ണുകളും. കണ്ണില്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും കാണാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വലിയൊരു പരിഭ്രാന്തി വരാനായിട്ട് വേറൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാഴ്ചയെ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കണ്ണുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന് കൊടുക്കേണ്ട എന്താ പറയുന്ന ഹെൽത്ത് കാര്യങ്ങൾ, അതായത് കണ്ണിനെ പരിപാലിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതിൽ ഉള്ള നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുക. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ വളരുന്ന തലമുറ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഓൺലൈനാണ്, ഫോണാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കളിക്കുന്നതും പഠിക്കുന്നതും ഫോണിലാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്ന ഒരു സമയം വളരെ കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ബ്രൈറ്റ്നെസ് കുറച്ചിടുക. ഫോണൊക്കെ ആണെങ്കിൽ ഫോണിന്റെ ബ്രൈറ്റ്നെസ് കുറച്ചിടുക. അപ്പൊ കണ്ണിന് അത്ര സ്ട്രെയിൻ വരത്തില്ല. പിന്നെ നമ്മുടെ റൂമിലെ ലൈറ്റ് കറക്റ്റ് ആക്കി വെക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചം റൂമിലും കൊടുക്കണം. ഒത്തിരി കണ്ണിന് സ്ട്രെയിൻ വരുന്ന പോലത്തെ ലൈറ്റ്സ് ഉപയോഗിക്കാതിരിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സിന്റെ ഒന്നില്ലെങ്കിൽ ഫോണിൽ ആ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഗ്ലാസസ് വാങ്ങി വെക്കാം. അതുവഴി നമുക്ക് കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാം. ഇത് ചെയ്യുക. പിന്നെ കണ്ണിന്റെ അതേ ലെവലിൽ നമ്മുടെ ഫോൺ വെക്കുക. അതിനനുസരിച്ചുള്ള സ്റ്റാൻഡ് വാങ്ങിയിട്ട് കണ്ണിന്റെ അതേ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ വെക്കുക. അപ്പോൾ അത്രയും സ്ട്രെയിൻ കണ്ണിന് കൊടുക്കാതിരിക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യുകയും വേണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ കാര്യങ്ങളെല്ലാം കണ്ണിന് വേണ്ടി ചെയ്യണം. പിന്നെ പറ്റുവാണെങ്കിൽ ഈ എന്താ പറയുന്നത്, പഠിത്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ ഒരു കളിക്കുന്ന സമയം ഓടിക്കളിക്കുകയോ പുറത്ത് കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്ക്രീൻ ടൈം കുറയ്ക്കേണ്ടതാണ്. ഇനിയുള്ളത് അടുത്തൊരു പ്രശ്നം, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയെന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോഴത്തെ UV ലൈറ്റ്, അതായത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് ശക്തി കൂടിയിരിക്കുകയാണ്. വെയിലിന്റെ ശക്തി നമുക്കറിയാമല്ലോ, ഭയങ്കര കൂടുതലാണ്. അതിന്റെ ഭാഗമായിട്ട് അതും നമ്മുടെ കണ്ണിനെ ഫോട്ടോഫോബിയ എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. അതായത് ലൈറ്റ് വളരെ സെൻസിറ്റീവ് ആണ്. ഒരുപാട് പേർക്ക് മൈഗ്രെയിൻ വരുന്നു, സൈനസൈറ്റീസ് വരുന്നു. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയ്ഡ് ഉപയോഗിക്കുക, കൊട പിടിക്കുക, ഹാറ്റ് ഉപയോഗിക്കുക. തൊപ്പി വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറിയ ക്യാപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. ഹാറ്റ് പോലെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിനും കൂടി ഒരു ഷെയ്ഡ് കിട്ടുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺഗ്ലാസസ് വെക്കുക. വലിയവരാണെങ്കിൽ നിങ്ങൾ സൺഗ്ലാസസ് വെച്ചിട്ട് ഈവൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ സൺഗ്ലാസസ് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ണിന് അത്രയും സ്ട്രെയിൻ വരാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ മൈഗ്രെയിനോ അല്ലെങ്കിൽ ഉണ്ടോ സൈനസൈറ്റീസോ ഉള്ളവർ മരുന്ന് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബെറ്റർ ആവുന്നില്ല എങ്കിൽ, സാധാരണഗതിയിൽ ഇത് മാത്രമാണെങ്കിൽ നമുക്ക് ബെറ്റർ ആവും മരുന്ന് കഴിച്ചാൽ. അത് ബെറ്റർ ആവുന്നില്ല എങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ വിഷൻ ചെക്ക് ചെയ്യുക. ഏതൊരു പ്രായക്കാർക്കും ഇപ്പോൾ വിഷനിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തലവേദന വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം തലവേദന നിങ്ങൾക്ക് നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ പലതരത്തിൽ ഷോർട്ട് സൈറ്റ് ആവാം, ലോങ് സൈറ്റ് ആവാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ഏതാണോ നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്ലാസസ് നിങ്ങൾ വെക്കേണ്ടതാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ബാക്കി തലവേദനയും അതിൻ്റെ കൂടെയുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നുള്ളൂ. ഓക്കെ, അതാണ് പിന്നെ ഒരു കാര്യം. ഇനിയുള്ളത്, നമ്മൾ എല്ലാവരും, അതായത് ഇപ്പം ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ടീനേജേഴ്സോ അല്ലെങ്കിൽ മിഡിൽ ഏജ് പീപ്പിൾ ഒന്നുമില്ല, എല്ലാവരും ഫോണാണ് എപ്പോഴും നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 20-20-20 റൂൾ പാലിക്കുക. അതായത് ഒരു 20 മിനിറ്റ് നിങ്ങൾ സ്ട്രെയിൻ ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഫോൺ കാണുന്നുണ്ടെങ്കിൽ, പിന്നീട് ഒരു 20 സെക്കൻഡ് 20 അടി ദൂരോട്ട് നോക്കണം. അതായത് കുറച്ച് ദൂരത്തേക്ക് നോക്കുക എന്ന് വിചാരിച്ചാൽ മതി. അതായത് ഒരു 20 സെക്കൻഡ്, അതായത് നമ്മൾ എണ്ണി ഒരു 20 എത്തുന്ന സമയം, കുറച്ച് സമയം മതി. അതൊന്ന് കണ്ണ് ദൂരോട്ട് നോക്കി കണ്ണിനൊരു റെസ്റ്റ് കൊടുക്കുക. അഗെയിൻ നിങ്ങൾക്ക്
ഫോൺ കാണാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ 20-20-20 റൂൾ ഇതാണ്: 20 മിനിറ്റിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് ഫോൺ കണ്ടതിന് ശേഷം 20 മിനിറ്റ് ദൂരോട്ട് നോക്കുക. അത് ഒരു 20 സെക്കൻഡ് മതി. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നീട് തുടരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ, വിറ്റാമിൻ എ, സി, ഇ, സിങ്ക്, അങ്ങനത്തെ കുറേ എന്താ പറയുന്നത്, നമ്മൾ സാധാരണ പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ്, ക്യാരറ്റ്, എഗ്ഗിൻ്റെ യോക്ക്, എല്ലാം നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് നമ്മൾ ഓർത്താൽ മതി. എല്ലാ കാര്യങ്ങളും കണ്ണിനും കൂടി ആവശ്യമുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്നത് ഹെൽത്തിന് മാത്രമല്ല, കണ്ണിനും എല്ലാ ഭാഗങ്ങൾക്കും ഈ ഭക്ഷണം ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ് എല്ലാം ഒഴിവാക്കി ഈ ഒരു ഇത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാലൻസ്ഡ് ഡയറ്റിലോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനിയിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വന്നിട്ട് നമ്മുടെ ടിയേഴ്സ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നമ്മുടെ കണ്ണിലെ അദ്രാവകം അല്ലെങ്കിൽ കണ്ണുനീരെന്ന് പറയാം. അപ്പോൾ ഈ ടിയേഴ്സ് കുറയുന്നതിൻ്റെ ഭാഗം പ്രധാനമായിട്ട് കാണിക്കുന്നത്, ഒന്ന് കണ്ണ് സ്ട്രെയിൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്ക്രീൻ ടൈം കൂടുന്നത്, രണ്ടാമത്തത് നമുക്ക് സ്ട്രെസ്. ഈ രണ്ട് കാര്യങ്ങളും ഒരു മിഡിൽ ഏജ് പീപ്പിളിൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ടാർഗറ്റ് എത്തേണ്ട ഒരു ബുദ്ധിമുട്ട്, ഇതിലോട്ട് നോക്കിയിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. കാരണം രാവിലെ തുടങ്ങി ഇത് തന്നെയാണ് 9 മണി വരെ അല്ലെങ്കിൽ രാത്രി 9-10 വരെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിനും പിന്നെ നിങ്ങൾക്ക് ഈ ഓരോ സ്ട്രെസ്സുകളും, പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് ടെൻഷൻ തന്നെ കൂട്ടിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ടിയേഴ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും റിഫ്രഷ് ടിയേഴ്സ് ഉപയോഗിക്കുക. ടിയേഴ്സ് എന്താ പറയുക, എപ്പോഴും കണ്ണിൽ ഒഴിക്കാനും കണ്ണ് ഡ്രൈ ആവാതെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യുക. ഈ റൂളുകൾ പാലിക്കുകയും ചെയ്യുക. ഇനിയിപ്പം അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും പോയി, അതായത് പൊടിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും, അപ്പം തന്നെ വാഷ് ചെയ്യുക. കണ്ണൊരിക്കലും നമ്മൾ തിരുമാൻ സമ്മതിക്കരുത്. കണ്ണ് തിരുമ്മിക്കഴിഞ്ഞാൽ അതിൽ പോയിരിക്കുന്ന ഡസ്റ്റ് ആണെങ്കിലും എന്ത് പാർട്ടിക്കിൾ ആണെങ്കിലും അവിടെ വന്ന് എന്താ പറയുക സ്റ്റക്കായിട്ട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ കണ്ണ് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഇങ്ങനെ കുത്തി നിൽക്കുകയാണെങ്കിൽ അത് എത്ര ചെറിയ പാർട്ടിക്കിൾ ആണെങ്കിലും നമ്മുടെ കൈ കൊണ്ട് നമുക്കത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി തന്നെ ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആലോചിക്കുക, എന്ത് പ്രശ്നമാണെങ്കിലും. അതിനൊരു എക്സാമ്പിൾ എനിക്ക് വന്നത് ഇപ്പം അടുത്ത് വന്നൊരു കേസാണ്. അവരുടെ കണ്ണിങ്ങനെ വൈറ്റ് പാട പോലെ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. അവർക്ക് സ്ക്വിൻ്റ് അങ്ങനെ ഒന്നുമല്ല, അവർക്ക് കോങ്കണ്ണൊന്നും കണ്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുഞ്ഞിനെ ഉളി കൊണ്ടതാണ്. ഉളി കൊണ്ടപ്പം ആ കുട്ടി പാരൻസ് ചീത്ത പറയുമോ എന്ന് ഓർത്തിട്ട് പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ലേറ്റായി. ആ ദിവസം മുഴുവനും കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം കൊണ്ട് കാണിച്ചപ്പോഴേക്കും ലെൻസ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് തിരിച്ച് കറക്റ്റ് ആയിട്ടുള്ള വിഷൻ, പ്രോപ്പർ ആയിട്ടുള്ള വിഷൻ തിരിച്ച് കിട്ടുകയുമില്ല. അത് ഇപ്പോഴും കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരു കണ്ണിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കുട്ടികളാവട്ടെ വലിയവരാവട്ടെ, നിങ്ങൾ എന്തായാലും നിർബന്ധമായും കാണിച്ചിരിക്കണം. നമ്മുടെ വിഷൻ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തെ ആ കണ്ണിൻ്റെ ആ സൈഡിൻ്റെ വിഷൻ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്കത് തിരിച്ചെടുക്കാനും ഭയങ്കര പ്രയാസമാണ്. കാരണം ഓൾറെഡി അത് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പം തന്നെ വന്നിരുന്നെങ്കിൽ അവരുടെ വിഷൻ ഫുള്ളായിട്ടും പൂർണ്ണമായിട്ടും തിരിച്ച് കിട്ടുമായിരുന്നു. പക്ഷെ ലേറ്റ് ആയതുകൊണ്ടാണ് ആ കണ്ണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ് കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും അവസാനത്തെ, അതായത് ഇതെല്ലാം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്കി എല്ലാ ഭാഗങ്ങളും പോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണിനും റെസ്റ്റ് കൊടുക്കേണ്ടതാണ്. നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതേപോലെ തന്നെ ചെയ്യുക. പിന്നെ എക്സർസൈസുകൾ, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിക്കാണ് എക്സർസൈസ് കൊടുക്കേണ്ടത്. അത് മുകളിലോട്ടും താഴോട്ടും സൈഡ് ഭാഗങ്ങളിലോട്ടും ആക്കണം. പിന്നെ നമുക്ക് കൃഷ്ണമണി റൊട്ടേറ്റ് ചെയ്യണം. കണ്ണ് ഇങ്ങനെ തല മൊത്തമായിട്ട് തിരിക്കുകയല്ല, കൃഷ്ണമണി മാത്രം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ എക്സർസൈസ് ആണ്. അതിൻ്റെ മസിൽസിന് അത് വളരെ ഉപകാരമാവുകയും ചെയ്യും. അപ്പം അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറലി ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇനി ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അല്ലേ? അപ്പോൾ ഈ ഒരു 3 കാര്യത്തിലും
നമുക്ക് നമ്മുടെ ബാക്കി ഭാഗങ്ങൾ മാത്രമല്ല നമ്മുടെ കണ്ണും പെട്ടുപോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ നമുക്ക് നമ്മുടെ ന്യൂസ് കണ്ണിലോട്ട് വരുന്ന ആ ഒരു ന്യൂസിനാണ് ക്ഷീണം പറ്റുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണ് കാണാതെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഈ ഒരു അവസ്ഥയിലോട്ട് പോവാതിരിക്കുക. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് പാലിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അധികം ഉപ്പും അധികം ഷുഗറും ഭക്ഷണത്തിൽ ആഡ് ചെയ്യാതെ കഴിക്കാനായിട്ട് നമ്മൾ ശീലിച്ചു വന്നോളും. അതിൻ്റെ കൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതിയാവും. ഈ ഒരു ഡയബറ്റീസ് ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് തരിപ്പ്, ക്ഷീണം, ദാഹം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഷുഗർ ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അതേപോലെ ഗ്ലൂക്കോമ, അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതും കൂടി ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് ഹെറിഡിറ്ററി ടെൻഡൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു മങ്ങൽ ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ഉണ്ടോ എന്ന്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. ആരോഗ്യമായി ഇരിക്കുക, നിങ്ങളുടെ കണ്ണ് ശ്രദ്ധിക്കുക. നമ്മളെല്ലാം ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അവസാനം വരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.